കേരള ഇൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള തേർഡ് സെം MDC പേപ്പറിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും നമുക്ക് നോക്കാവേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇത് തന്നെ ചോദിക്കണം എന്നൊന്നും ഇല്ല, ബിക്കോസ് നമ്മളെല്ലാ കോളേജസിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് കോളേജസ് ഈ പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്തു നിന്നൊക്കെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത് റാൻഡമായിട്ട്. അപ്പം നമുക്കിത് തന്നെ ചോദിക്കണം എന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഈ ഓഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. സോ അത് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ഇപ്പം ബിഗിനിങ് ഓഫ് പ്രിൻറ് കൾച്ചർ മൊഡ്യൂൾ 1 നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, ഇവാലുവേറ്റ്, ക്രിയേറ്റ്, ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു കീ ടേംസ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ റിമെമ്പറിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റ് കൾച്ചർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ, പ്രിൻറ്റിംഗ് പ്രസ് ആരാണ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ആൻസേഴ്സ് പറയത്തില്ല. ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് ആൻസേഴ്സ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റിംഗ് പ്രസ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം കേരളത്തിലെ. അതുപോലെ തന്നെ പ്രിൻറ്റ് കൾച്ചറിൽ ഇന്ത്യയിൽ എങ്ങനെ തുടങ്ങി അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങി, എവിടെ വെച്ച് തുടങ്ങി എന്നുള്ളത് ചോദിക്കാം. ഈ പ്രിൻറ്റിംഗ് പ്രസ് നമ്മളെ ലിറ്ററസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇന്ത്യ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. മിഷണറീസിൻ്റെ റോൾ എന്താണ് പ്രിൻറ്റ് കൾച്ചർ ഇൻ കേരളത്തിൽ. അതുപോലെ തന്നെ യൂറോപ്പിലെയും കേരളത്തിലെയും പ്രിൻറ്റ് കൾച്ചറിൻ്റെ കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിക്കാം. ഓറൽ ട്രഡീഷനിൽ നിന്ന് പ്രിൻറ്റ് ട്രഡീഷനിലോട്ട് പോയപ്പോൾ ഉള്ള ഒരു ട്രാൻസിഷൻ ഇൻ കേരള എന്താണെന്ന് ചോദിക്കാം. പിന്നെന്താണ് പ്രിൻറ്റ് കൾച്ചർ നോളജിനെ, അതായത് കൊളോണിയൽ ഇന്ത്യയിൽ നോളജിനെ എങ്ങനെ ഡെമോക്രറ്റൈസ് ചെയ്തു അല്ലെങ്കിൽ ഡെമോക്രറ്റൈസ് ചെയ്തില്ലയോ എന്നും വരാം. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ക്രിയേറ്റ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 4 മാർക്സിനകത്ത് ക്രിയേറ്റ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റീഡിംഗ് ലിറ്ററേച്ചർ എന്നുള്ള പേപ്പറിനകത്തു നിന്നൊക്കെ ഈ ലെറ്റർ പോലത്തുള്ളയും സ്പീച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്പീച്ചും ലെറ്ററും ചോദിക്കണം എന്നല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ ആ ഒരു ഇത് അറിയാൻ വേണ്ടി, റൈറ്റിംഗ് പ്രോസസ്സിൻ്റെ ആ ഒരു ഇത് അറിയാൻ വേണ്ടി ചിലപ്പോൾ വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മൊഡ്യൂൾ 2 ആണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ക്രിയേറ്റിനകത്തുനിന്ന് വേണം എന്നുണ്ടെങ്കിൽ ഒരു 19th സെഞ്ച്വറി, എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റിംഗ് പ്രസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളതോ, അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസോ, ചുമ്മാ ഇങ്ങനെ പ്രിൻറ്റ് കൾച്ചർ ഇൻ കേരളത്തിൻ്റെ ബിഗിനിങ്സോ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ആയിട്ട് ചോദിക്കാം. പിന്നെ അത് ഓരോ എന്താ പറയുക, അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ റൈറ്റിംഗ് സ്കില്ലിന് നിങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനകത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്രിയേറ്റിനകത്ത് മിക്കവാറും വരുന്നത്. സോ അത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, എങ്ങനത്തുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്നുള്ളത്. പിന്നെ മൊഡ്യൂൾ 2 ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പറിനെ കുറിച്ച് ചോദിക്കാം, എഡിറ്റേഴ്സ് അല്ലെങ്കിൽ പബ്ലിഷേഴ്സിനെ കുറിച്ച് ചോദിക്കാം, മലയാളം പീരിയോഡിക്കൽസിനെ കുറിച്ച് ചോദിക്കാം, അല്ലേ, എങ്ങനെയാണ് ഏർലി ന്യൂസ് പേപ്പേഴ്സ് കേരളത്തിൻ്റെ സോഷ്യൽ അവേക്കനിങ്ങിന് കോൺട്രിബ്യൂഷൻസ് നൽകിയെന്ന് ചോദിക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ച് വീണ്ടും ക്വസ്റ്റ്യൻസ് വരാം. അതിനകത്തുള്ള ഏർലി ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ സോഷ്യൽ അവേക്കനിങ്ങിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത്. പിന്നെ ഏർലി പ്രസ് ഫ്രീഡത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഏർലി മാഗസീൻസ് മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന സെക്ഷൻസ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി എങ്ങനെ സംസാരിച്ചു എന്ന് ചോദിക്കാം. പിന്നെ മൊഡ്യൂൾ 3 വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ലിറ്റിൽ മാഗസീൻസ്, പിന്നെന്താണ് 2 ഫേമസ് ലിറ്റിൽ മാഗസീൻസ് ഇൻ കേരള എന്ന് ചോദിക്കാം. പിന്നെ അതിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കാം. പിന്നെന്താണ് ഒരു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കേരള ലിറ്ററേച്ചറിൽ ലിറ്റിൽ മാഗസീൻസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിക്കാം. ഇപ്പോഴും അത് സ്റ്റിൽ റെലവൻ്റ് ആണോ ഡിജിറ്റൽ ഏജിൽ എന്നുള്ളതും ചോദിക്കാം കേട്ടോ. പിന്നെ ചിൽഡ്രൻസ് മാഗസീൻസ് ആൻഡ് കോമിക്സിനെ കുറിച്ച് ചോദിക്കാം, അതിന് എക്സാമ്പിൾ ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് കുട്ടികളുടെ മാഗസീൻസ് എങ്ങനെയാണ് അവരുടെ മോറൽ ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷനെ ഷേപ്പ് ചെയ്തതെന്ന് ചോദിക്കാം. ആൻഡ് പിന്നെ ഈ കുട്ടികളുടെ കോമിക്സിനകത്ത് എങ്ങനെയാണ് ജെൻഡർ ആൻഡ് ക്ലാസ് വരുന്നതെന്നുള്ളത് ചോദിക്കാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കേരള മീഡിയ അക്കാഡമി എപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും ഈ ജേർണലിസ്റ്റ് എത്തിക്സ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പിന്നെ ഈ ഒരു അക്കാഡമിയുടെ റോൾ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ
ഈ ഒരു എന്താ പറയുക അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം, മീഡിയ അക്കാഡമിയുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ക്വിസീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡ് റൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. കേരളാസ് ഫുഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോറിൻ ഇൻഫ്ലുവൻസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, എക്സാമ്പിൾസ് ചോദിക്കാം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഫുഡ് നമ്മുടെ കേരളത്തിൻ്റെ മൾട്ടി കൾച്ചറൽ ഹിസ്റ്ററിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ എബ്രാം താനിയുടെ ആ ഒരു വർക്ക് ഉണ്ടല്ലോ, ഫുഡ് ആസ് എ ഫോം ഓഫ് ഐഡൻറ്റിറ്റി, അങ്ങനെയും ചോദിക്കാം ആ ഒരു എസ്സയെ ബേസ് ചെയ്തിട്ട്. പിന്നെ കേരള ഡിഷും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസസും ചോദിക്കാം, സ്പൈസ് ട്രേഡ് കണക്ഷൻസ് ചോദിക്കാം. പിന്നെന്താണ് ഗ്ലോബലൈസേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് കേരളത്തിൻ്റെ ട്രഡീഷണൽ ക്വിസീൻ മാറിയെന്ന് ചോദിക്കാം. ഇതെല്ലാം നിങ്ങൾ പഠിച്ച ആ ഒരു എസ്സേക്കകത്തു നിന്ന് തന്നെ, പക്ഷേ ഇങ്ങനത്തുള്ള രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിൽ ഏതൊക്കെ കമ്മോഡിറ്റീസ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് വഴി എങ്ങനെയാണ് കൾച്ചറൽ എക്സ്ചേഞ്ച് കേരളത്തിൽ നടന്നത്. പിന്നെ അറബ് അല്ലെങ്കിൽ ആഫ്രിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസുമായിട്ടുള്ള കേരളത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ട്രേഡ് കണക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് വാങ്ങിയതെന്നുള്ളത്. ഏൻഷ്യൻ്റ് ട്രേഡ് ഇൻഫ്ലുവൻസസ് എന്നും പറഞ്ഞു ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയൽ ട്രേഡ് ഓൺ കേരളാസ് ലോക്കൽ എക്കോണമി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കൾച്ചറൽ പ്ലൂറാലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഫുഡ് ഡ്രസ്സും ലാംഗ്വേജും എങ്ങനെയാണ് കേരളത്തിൻ്റെ ആ ഒരു പ്ലൂറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ താനിയ എബ്രാമിൻ്റെ ആ ഒരു ക്വിസീനെ കുറിച്ചും കേരളത്തിലെ ക്വിസീനെ കുറിച്ചും കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ചും ഒക്കെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ കുറിച്ചും ഒക്കെ എങ്ങനെ പറയുന്നു എന്ന് ചോദിക്കാം. ആ ഒരു മൾട്ടി കൾച്ചറൽ കോ എക്സിസ്റ്റൻസ് ഇൻ കേരളാസ് ഫുഡ് ഹാബിറ്റ്സ് അത് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡ്രസ്സ്, അപ്പം കേരളീയത എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുക. അതായത് നമ്മുടെ റീതിങ്കിങ് കേരളീയത ക്ലോതിങ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ബെന്നി മാളവികയുടെ രേഖാരാജൻ്റെ, അപ്പോൾ അത് കേരളീയത എന്നാൽ എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ റീതിങ്കിങ് കേരളീയത ക്ലോതിങ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ദ ബോഡിയുടെ ഓഥേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ക്ലോതിങ് എങ്ങനെയാണ് സോഷ്യൽ ഹൈറാർക്കീസ് ഇൻ കേരളത്തിനെ റിഫ്ലക്റ്റ് ചെയ്തതെന്ന് ചോദിക്കാം. ജെൻഡറിൻ്റെയും കാസ്റ്റിൻ്റെയും ഇൻഫ്ലുവൻസ് ഓൺ ക്ലോതിങ് ഇൻ കേരള സൊസൈറ്റി അത് ചോദിക്കാം അല്ലേ. ക്ലോത്തിങ് ആൻഡ് പവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാം. അതായത് ചില ആളുകൾക്ക് അപ്പർ ബോഡി പിന്നെന്താണ് കവർ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു, അതിനെ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ലോവർ കാസ്റ്റ് സ്ത്രീകൾക്കൊന്നും ആണുങ്ങൾക്കും അതുപോലെ തന്നെയായിരുന്നു. സോ അതും ജെൻഡറും ബോഡിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ക്ലോത്തിങ്ങും പവറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ചോദിക്കാം. പിന്നെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിനകത്തോ മൈ ബോഡി മൈ ക്ലോത്ത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ടൊരു ആർട്ടിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിപ്പിക്കാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെന്താണ് കേരളീയത അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിനകത്ത് വരുന്ന എവല്യൂഷൻ എന്താണെന്ന് ചോദിക്കാം. ഇപ്പോഴത്തെ മോഡേൺ ഫാഷൻ ചോയ്സസ് എന്താണെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതെങ്ങനെ റിഫ്ലക്റ്റഡ് ആവുന്നു കേരളത്തിലെ സൊസൈറ്റിയിൽ. പിന്നെ വന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ മിസ്റബിൾസ് മലയാളത്തിലോട്ട് എന്താ പറയുക ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിക്കാം. വേൾഡ് ക്ലാസിക്സിൻ്റെ ട്രാൻസ്ലേഷൻ എപ്പോഴാണ് പോപ്പുലർ ആയത് കേരളത്തിൽ, അതെങ്ങനെ കേരളത്തിൻ്റെ മോഡേൺ റീഡിംഗ് പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ വാട്ട് വാസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ട്രാൻസ്ലേറ്റഡ് വർക്ക്സ്. പിന്നെ മീനാറ്റി പിള്ളയുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അതെന്താണ്, അവരുടെ ആ ഒരു അതായത് അവരുടെ എസ്സേക്കകത്തുള്ള ആ ഒരു വർക്കിനെ കുറിച്ച്, അതായത് അവരുടെ എസ്സേക്കകത്തുള്ള ട്രാൻസ്ലേഷൻ്റെ പ്രോസസ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. പിന്നെന്താണ് പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചർ അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ കേരള സൊസൈറ്റി എന്താണെന്ന് ചോദിക്കാം. അതെങ്ങനെ കേരള പീപ്പിൾ റിസീവ് ചെയ്തു വെസ്റ്റിൻ്റെ ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് എന്നുള്ളതും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്ന എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ.